എൽസവത്തിനെ കണ്ടു. പക്ഷെ എൽസവത്ത് പറഞ്ഞ ഒരു കാര്യവും നമുക്ക് വീഡിയോ ഇടാനോ ഒന്നും പറ്റുന്നതല്ല. അതായത് വളരെ സീരിയസ് ആയിട്ട് വളരെ സിവിയർ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് അതൊക്കെ. അതൊന്നും നമ്മളിങ്ങനെ വന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അവരുടെ വീഡിയോയിലൂടെ പറയുന്ന നടക്കത്തുള്ളൂ. ആക്ടർ ബാല, ഡോക്ടർ എലിസബത്ത് ആൻഡ് യൂട്യൂബർ ചെകുത്താൻ. ഈ യൂട്യൂബർ ചെകുത്താൻ എന്ന് പറയുന്ന വ്യക്തിയെ ചിലപ്പോൾ നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും അറിയാൻ സാധ്യതയുണ്ട്. ഈ ആക്ടർ ബാലയും അതുപോലെ തന്നെ ഈ ചെകുത്താനുമായിട്ടുള്ള പ്രശ്നങ്ങളും ചിലപ്പോൾ നിങ്ങളിൽ കുറെ പേർക്ക് അറിയാൻ സാധ്യതയുണ്ട്. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം ഈ ആക്ടർ ബാല ഈ ചെകുത്താന്റെ വീട്ടിലേക്ക് ഇടിച്ചു കയറി ചെല്ലുന്നു ഒരു തോക്കുമായി. അന്ന് നമ്മുടെ ബാല യാത്ര ചെയ്ത് ചെകുത്താന്റെ വീട്ടിലേക്ക് എത്തിയ വാഹനത്തിൽ ഡോക്ടർ എലിസബത്തും ഉണ്ടായിരുന്നു. അന്ന് ഈ ഒരു ചെകുത്താന്റെ വീട്ടിലേക്ക് ഡോക്ടർ എലിസബത്തിനെയും കൊണ്ടായിരുന്നു നമ്മുടെ ബാല പോയിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ദിവസം ഡോക്ടർ എലിസബത്ത് അവരുടെ ചാനലിലൂടെ ചെയ്ത ഒരു വീഡിയോയിൽ ചെകുത്താനോട് ചെറുതായിട്ടൊന്ന് സോറി പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വീഡിയോ ചെകുത്താൻ കണ്ടതുകൊണ്ട് തന്നെ ഇന്ന് ചെകുത്താൻ ഡോക്ടർ എലിസബത്തിന്റെ വീട്ടിലേക്ക് ചെന്നിട്ടുണ്ടായിരുന്നു. ഡോക്ടർ എലിസബത്തിന്റെ വീട്ടിൽ ചെകുത്താൻ ചെന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ഡോക്ടർ എലിസബത്ത് അവരുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചെകുത്താൻ അവരുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ചെകുത്താന്റെ വാഹനത്തിൽ കയറിയിരുന്ന് ഒരു വീഡിയോ ചെകുത്താനും എടുത്തിട്ട് ചെകുത്താന്റെ യൂട്യൂബ് ചാനലിലും ഇട്ടിട്ടുണ്ട്. ചെകുത്താന്റെ ചാനലിലിട്ട വീഡിയോയുടെ ഒരു കുഞ്ഞു ബൈറ്റാണ് ഞാൻ നിങ്ങൾക്ക് തുടക്കത്തിൽ ഒന്ന് കാണിച്ചു തന്നത്. അതുപോലെ തന്നെ ചെകുത്താൻ എലിസബത്തിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മുടെ മൂപ്പൻസ് വ്ലോഗ് ശരത്തേടൻ ചെകുത്താനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരത്തേടന്റെ അടുക്കൽ ഈ ചെകുത്താൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. മൊത്തത്തിൽ 3 വീഡിയോ ആണ് ഇന്ന് ഈ ഒരു വിഷയം ബാലയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എലിസബത്തുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ഈ 3 വീഡിയോയും കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കണ്ടു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ 3 വീഡിയോയിൽ നിന്നും കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്ലിപ്പുകൾ എടുത്ത് നിങ്ങളെ ഒന്ന് കാണിക്കുക, എൻ്റെ ഒരു അഭിപ്രായം പറയുക. നമുക്ക് ആദ്യമേ തന്നെ എലിസബത്തിന്റെ വീട്ടിൽ ചെകുത്താൻ ചെന്ന് കഴിഞ്ഞപ്പോൾ എലിസബത്ത് എടുത്ത ആ ഒരു വീഡിയോയുടെ ഒരു കുറച്ച് പോർഷൻ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. ഒരു കാര്യം പറയാനുള്ളത്, നമുക്ക് ഒരിക്കലും രണ്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എനിക്ക് അതിന് താല്പര്യമില്ല. ശരിയാണ്, ഞങ്ങൾ അതിന് വന്നതല്ല, ജസ്റ്റ് കാണാം സംസാരിക്കാം എന്ന് വേണ്ടി വന്നാണ്. ഇയാളുടെയൊക്കെ കേസ് എന്ന് പറഞ്ഞാൽ ഈ മീഡിയയിൽ മെയിൻ സ്ട്രീം മീഡിയാസും എല്ലാം സംസാരിച്ചു എല്ലാം കേസ് അതും എല്ലാം ചെയ്യാം. ഈ 3 ഇത് ഡിസ്കസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല, പബ്ലിക്കിൽ സംസാരിക്കാൻ പറ്റത്തില്ല. കാര്യം പറയാനുണ്ട്, എനിക്ക് അത്രേ കാര്യം പറയാനുള്ളൂ. ആക്ച്വലി എനിക്ക് നേരത്തെ ഒരു സോറി പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ പേടിയായിരുന്നു. ഓക്കെ, ബാക്കി ആ വീഡിയോ നമുക്ക് കാണാം. അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ചെകുത്താൻ അവിടെ പറയുന്ന ഒരു കാര്യം, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചെകുത്താനൊന്നും വീഡിയോ എടുത്തിടത്തില്ല. അതായത് എലിസബത്തിന്റെ വീഡിയോ ഒന്നും ഷെയർ ചെയ്യോ അല്ലെങ്കിൽ എടുത്ത് റിയാക്ട് ചെയ്യോ ഒന്നും ചെയ്യില്ല. അത് ഇവിടുത്തെ മെയിൻ സ്ട്രീം ചാനൽസോ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ കോടതിയൊക്കെ ഇടപെട്ട് അങ്ങനെ പോകണ്ട, ആ ഒരു രീതിയിലേക്ക് പോകണ്ട, അല്ലെങ്കിൽ പിണറായി സഖാവൊക്കെ ഇടപെട്ട് പോകേണ്ട ഒരു കേസ് തന്നെയാണ് എലിസബത്തിന്റെയും ബാലയുടേതും എന്നാണ് ആക്ടർ ബാല എന്ന് നമ്മുടെ ചെകുത്താൻ പറഞ്ഞു വെക്കുന്നത്. അപ്പോ എനിക്ക് ഇവിടെ മെയിൻ സ്ട്രീം ചാനൽസിനെ പറ്റി ഒരു കാര്യം പറയാനുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ഇന്ന് നമ്മളെല്ലാവരും അറിഞ്ഞൊരു വിഷയമുണ്ട്. ഒരു പയ്യൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ മരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. മെയിൻ സ്ട്രീം ചാനൽസിന് ഇതുപോലുള്ള മരണങ്ങൾ കാണുമ്പോൾ അവിടെ പോയി ആ പയ്യന്റെ കൂട്ടുകാരെ, കൊച്ചു കുട്ടികളാ, ആ കുട്ടികളെ പോയി ഞാനൊന്ന് വീഡിയോ കണ്ടു, ഞാനൊന്നും ഇവിടെ കാണിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ ഞാൻ റിയാക്ട് ചെയ്യണമെന്ന് വിചാരിച്ചാണ്, പിന്നെ വേണ്ടാന്ന് വെച്ചു. കാരണം റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോകും, ഞാൻ നല്ല വല്ലതൊക്കെ വിളിച്ചു പറയും, ലാസ്റ്റ് നമുക്ക് പണിയാവും. അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളുടെ കേസാണ്, 18 വയസ്സ് കഴിയാത്ത പിള്ളേരുടെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനത് റിയാക്ട് ചെയ്യാത്തത്. ആ മരിച്ച പയ്യന്റെ കൂട്ടുകാരുടെ ഫ്രണ്ടിലേക്ക് മറ്റേ കോളാമ്പിയും കുത്തിത്തിരിക്കൊണ്ട് ചെല്ലുന്നുണ്ട്. കൊച്ചു 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ കരഞ്ഞോണ്ടിരിക്കുക ആ പയ്യൻ മരിച്ചു കിടക്കുന്നത് കണ്ടിട്ട്. അതിന്റെ ഇടയ്ക്കോട്ട് കുട്ടികളുടെ ഫ്രണ്ടിലേക്ക് ചെന്നിട്ട് ഈ മൈക്കും കൊണ്ട് അങ്ങോട്ട് ചെന്നിട്ട് പിള്ളേർക്ക് സംസാരിക്കാൻ വയ്യ, പിള്ളേർ കരയുക. അതുവരെ ഷൂട്ട് ചെയ്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ. ചെയ്തോളൂ, കൊച്ചു കുട്ടികളെ വെറുതെ വിടണം. ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ അതൊന്ന് പറഞ്ഞു പോവുക. കൊച്ചു കുട്ടികളെ ഇവിടെ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞ് പല വൃത്തികേടുകളും കുറെ നാളുകളായിട്ട് ന്യൂസ് ചാനൽസ് വഴി നമ്മൾ കാണുന്നുണ്ട്. പലതും ഇവിടെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോഴൊന്നും തോന്നാത്തൊരു ദേഷ്യമാണ് ഇന്ന് ആ ഒരു പയ്യൻ മരിച്ചു കിടക്കുമ്പോൾ അവന്റെ കൂട്ടുകാർ കരയുന്നിടത്ത് ചെന്ന് മൈക്കും കോപ്പും കൊണ്ട് ചെന്നിട്ട് ആ കരയുന്ന പിള്ളേരോട് പിന്നെയും കുത്തി ഓരോന്ന് ചോദിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. പോട്ടെ, ഈ മാധ്യമങ്ങൾക്ക് ചെയ്തോ നീയൊക്കെ, പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഇവിടെ കാശുള്ളൊരുത്തൻ അങ്ങ് തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് കിടന്നിട്ട് ഇവിടുത്തെ സ്ത്രീകളോട് വൃത്തികേട് കാണിക്കുന്ന
ഒരുത്തനെ പറ്റി ആ ആ ആ വൃത്തികെട്ടവന്റെ കൂടെ ജീവിച്ച ഒരു സ്ത്രീ ഇത്രയും വീഡിയോകൾ അവർ മരിക്കാൻ വരെ സാധ്യതയുണ്ട് എന്ന് വരെ അവർ പറഞ്ഞു. അവരുടെ മരണമൊഴിയായിട്ട് എടുക്കണം എന്ന് വരെ അവരവരുടെ ചാനലിലൂടെ വന്നിരുന്ന് പറയുന്നുണ്ട്. ഇതൊന്നും എന്താ ഇവിടുത്തെ മീഡിയകൾ കാണാത്ത? എന്താ കാണാത്തത്? എന്റെ ഒരു സംശയമായത്. ഇനി നമുക്ക് ബാക്കി കേൾക്കാം. കാരണം ഒരു കുറ്റബോധം സംഭവം അറിഞ്ഞിട്ട് പോയതല്ല, പക്ഷെ എന്നാലും ഞാനതില് ഉൾപ്പെട്ട ഒരാളാണല്ലോ. അതുകൊണ്ട് എനിക്ക് ഒരു സോറി പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ നിങ്ങള് ഇനി നമ്മളതിനെ ഭയങ്കര ദുഷ്ടൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അതിന്റെ റിയാക്ഷൻ പോസിറ്റീവ് അപ്പൊ ശരിക്കും അപ്പൊ എല്ലാവരും മുന്നിൽ എനിക്കൊരു സോറി പറയണമെന്നുണ്ട്. അതിന്റെ ആവശ്യം ശരിക്കും പറഞ്ഞാലില്ല. എനിക്ക് ഒരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടായിരുന്നു. സോറി. എന്തിന് അങ്ങനെയൊക്കെ അവിടെ കൂടെ പോയി തോപ്പിടിച്ചോണ്ടിരുന്നു. സോറി. അതൊക്കെ പോട്ടെ. എലിസബത്ത് ഇങ്ങനെയൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ എലിസബത്തിന്റെ വീഡിയോ കുറച്ച് ദിവസമായിട്ട് ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് എലിസബത്തിനെ പറ്റി. വളരെ പാവം, പഞ്ചപാവം എന്നൊക്കെ നമ്മൾ പറയത്തില്ല, അങ്ങനത്തെ ഒരു ലേഡിയാണ് ഈ എലിസബത്ത് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ എന്താണ്, തീരെ മെച്ചുവേർഡ് അല്ലാത്ത ഒരു ലേഡി. എനിക്ക് അങ്ങനെയൊക്കെ തോന്നി കേട്ടോ. നിങ്ങൾക്ക് എത്ര പേർക്ക് അത് തോന്നിയെന്ന് അറിയില്ല. കാരണം തീരെ മെച്ചുവേർഡ് അല്ല അവര് ഭയങ്കര കുട്ടിത്തമുള്ള ഒരു ലേഡിയാണ് അവര്. അതൊക്കെ എനിക്ക് തോന്നുന്നു ഈ ചെകുത്താനൊക്കെ നല്ല രീതിയിൽ തന്നെ അവിടെ നിന്ന് ഹാൻഡിൽ ചെയ്ത് കേട്ടോ ആ ഒരു വിഷയം. കാരണം എന്തിന് സോറി പറയുന്നു? നിങ്ങൾ ഞങ്ങളോടൊന്നും ചെയ്തിട്ടില്ല. ആ വ്യക്തിയാണ് തോക്കും കൊണ്ട് കയറി വന്നത്. നിങ്ങൾ ആ കയറി പേടിച്ച് ഈ വ്യക്തി, ഈ ബാല എന്ന് പറയുന്ന വ്യക്തി ആ ഒരു തോക്കും കൊണ്ട് കയറി വന്നപ്പോഴത്തേക്ക് ആ ഒരു കാറിൽ ഇവർ വന്ന വാഹനത്തിൽ പേടിച്ചു വരച്ച് എലിസബത്ത് ഇരിക്കുകയായിരുന്നു എന്നൊക്കെ ചെകുത്താൻ പറയുന്നുണ്ട്. കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ. ഞാൻ എല്ലാം ഒന്നുകൂടെ കാണിക്കാത്തതാണ്. കാരണം എല്ലാം കാണിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇനിയിപ്പം മൂപ്പൻ ശരത് ബ്രോയോട് പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും കേൾക്കണം. അതിനകത്ത് ചെകുത്താൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം കൂടെ ഞാൻ കേൾപ്പിക്കാൻ പോയാൽ നിങ്ങൾക്കും ബോറാവും. പിന്നെ എൻ്റെ ഒരു അഭിപ്രായം പറയണ്ടേ ഈ ഒരു വിഷയത്തിൽ. എനിക്ക് ഈ ഒരു ലേഡിയെ കണ്ടപ്പോൾ കുറെ പേരൊക്കെ പറയുന്നത് കേട്ടു, ഇവരെന്താണ് ചിരിച്ചു കളിച്ച്, ഇവരെന്തോ ഉടായിപ്പാണ്. എടോ അവരുടെ ക്യാരക്ടർ അങ്ങനെയായിരിക്കും. അവർ വീഡിയോയിലൊക്കെ വന്നിരിക്കുന്ന കാണുമ്പോൾ തന്നെ ഞാനും പറഞ്ഞിട്ടുണ്ട്, ഇവരെന്താ ഇങ്ങനെ പറയുന്നത്, നമുക്കൊരു കറക്റ്റായിട്ട് കിട്ടുന്നില്ല, എന്തൊക്കെയോ താളം തെറ്റിയ സംസാരം എന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? പക്ഷെ അവരുടെ നേച്ചർ അങ്ങനെയാണ്. അവർക്കൊരു വീഡിയോയിൽ സംസാരിക്കാനോ എനിക്ക് ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ അങ്ങനെയാ തോന്നിയത്. വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു കുട്ടികളുടെ സ്വഭാവമുള്ള ഒരു ലേഡി ആയിട്ടാണ് തോന്നുന്നത്. അത് അത്ര വലിയ തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ല. ഇത്തിരി കുട്ടിത്തം ഒരു സ്ത്രീക്കോ അല്ലെങ്കിൽ എനിക്കോ നിങ്ങൾക്കോ ഒക്കെ ഇത്തിരി കുട്ടിത്തം വന്നെന്ന് പറഞ്ഞാൽ അത് വലിയ തെറ്റായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. മനസ്സിലായില്ലേ? അത് നല്ലൊരു കാര്യം തന്നെയാണ്. അത് ആ ഒരു കുട്ടിത്തമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ ഇന്നും ചിരിച്ചു കളിച്ച് പിടിച്ചു വെക്കുന്നത്. കാരണം ചെകുത്താൻ ആ തുടക്കത്തിൽ നിങ്ങൾ കണ്ടല്ലോ, ചെകുത്താൻ അത് കൂടാതെയും പറയുന്നുണ്ട്. ശരത് ബ്രോയെ വിളിച്ച് സംസാരിക്കുമ്പോഴൊക്കെ പറയുന്നുണ്ട് ഈ ഒരു ലേഡി എങ്ങനെ അവിടെ പിടിച്ചു നിന്നു മനസ്സിലാവുന്നില്ല. അത്രയ്ക്കും പീഡനങ്ങളാണ് അവിടെ വീട്ടിൽ അവർ നേരിട്ടുകൊണ്ടിരുന്നത്. എന്നിട്ട് അവർക്ക് ഇന്ന് ചിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമല്ലേ? എന്തിനാ അതിനെ നെഗറ്റീവായിട്ട് നമ്മൾ കാണാൻ പോകുന്നത്? എനിക്കറിയില്ല. കാണും ഈ ഫേസ്ബുക്കിലൊക്കെ അവരുടെ വീഡിയോയുടെ അടിയിലും, അതല്ലെങ്കിൽ അവര് സംബന്ധമായി നമ്മളൊരു വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഫുള്ള് അമ്മാവന്മാരും അമ്മായിമാരും നമ്മളെ തെറിപറിച്ചില്ല. ഫുള്ള് മറ്റേ ബാലയെടുത്ത് തലയെടുത്ത് പൊക്കി വെച്ചേക്കുക. ഈ അമ്മാവന്മാരും അമ്മായിമാരും ഒക്കെ ഈ പാലച്ചേട്ടനെ എടുത്ത് പൊക്കി വെക്കുന്നതിന്റെ കാരണം വേറെ ഒന്നും കൊണ്ടല്ല. പാലച്ചേട്ടൻ നല്ല രീതിയിൽ ഈ ചെക്കിൽ ഇങ്ങനെ എടുത്ത് കറക്കുന്നുണ്ടേ. അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസത്തെ പുള്ളിയുടെ വീഡിയോയിലും പറയുന്നുണ്ടല്ലോ, ഹേർട്ട് സർജറിക്ക് കാശ് കൊടുക്കുന്നു, അവിടെ കാശ് കൊടുക്കുന്നു. അതൊക്കെ കാണുമ്പോഴത്തേക്ക് ഇവര് മറ്റേ നെഞ്ചും തല്ലി വീഴും. ഓ, നല്ല കാര്യങ്ങൾ ചെയ്യുന്നു പാല, വളരെ നല്ല മനുഷ്യൻ. പക്ഷെ ഒരു നിമിഷം നിങ്ങൾ എല്ലാവരും ആലോചിക്കുക, നല്ലത് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളും ചെയ്തു കഴിഞ്ഞിട്ട് അത് മറ്റേ വിളംബരം ചെയ്ത് നടക്കത്തില്ല. ഇവിടെ ഈ പുള്ളിക്കാരൻ വിളംബരം ചെയ്തങ്ങ് നടക്കുക. അതായത് അവൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ 10 പേർ അറിയണം എന്നുള്ളൊരു മെന്റാലിറ്റി കൊണ്ട് മാത്രം ചെയ്യുന്നതാവൻ. മനസ്സിലായില്ലേ? ഉദ്ദേശം അത് തന്നെയാണ്. എല്ലാവരും മറ്റേ പൊക്കിയെടുത്ത് തല വെക്കണം. ഇവിടെ ഈ നാട്ടിൽ കിടന്ന് എന്ത് തെണ്ടിത്തരം കാണിച്ചാലും പിന്നെ നിയമവും പോലീസും കാശും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആ രീതിയിലൊന്നും ചെയ്യത്തില്ല. പിന്നെ നാട്ടുകാരെതിരായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധിയിൽ കൂടുതൽ വൃത്തികേട് കാണിച്ചാൽ ജനങ്ങൾ ഇളകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി കിട്ടും. അവിടെ നിയമവും പോലീസുകാരും കാശും ഒന്നും അങ്ങോട്ട് ഏക്കത്തില്ല. അതിനു വേണ്ടിയിട്ടാണ് ഇവൻ ഈ ഫ്രോഡ് പരിപാടി കാണിച്ച് നമ്മളെയൊക്കെ വശത്താക്കാൻ നോക്കുന്നത്. നടക്കുകയല്ല, ഒരു പരിധിയിൽ കൂടുതൽ നടക്കുകയല്ല. ഇത്തിരി തലയുള്ളവരെ നടക്കത്തില്ല. ഈ അമ്മാവന്മാരെ അമ്മായിമാരെ അവരെ പറ്റും, ഫേസ്ബുക്കിൽ കിടക്കുന്നവരെ. മനസ്സിലായില്ലേ? അതല്ലാതെ എല്ലാവരെയും നടക്കുമെന്ന് വിചാരിക്കേണ്ട. ഇനിയിപ്പോ നമുക്ക് മൂപ്പൻസ് വ്ലോഗ് ശരത് ബ്രോയെ ചെകുത്താൻ വിളിച്ചു, അല്ലെങ്കിൽ ശരത് ബ്രോയെ ചെകുത്താൻ വിളിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല. ശരത് ബ്രോ ചെകുത്താനെ വിളിച്ചപ്പോൾ ചെകുത്താൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് കേൾക്കാം. എന്താണ് അവസ്ഥ? പോയി കണ്ട് ആ വീഡിയോ ഞാൻ കാണാൻ വേണ്ടിട്ട് പോയി കാണാൻ ഞാൻ വെറുതെ അങ്ങനെ ഒന്ന് പോയി നോക്കി കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നേക്കാന്ന് കരുതി.
വല്ല വീഡിയോ വല്ല ഇടാം എന്ന് പറയുന്ന രീതിയിലാണ് നോക്കിയത്. പക്ഷെ അത് പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് വീഡിയോ ആക്കാൻ പറ്റത്തില്ല. അവര് പറയുന്ന കേട്ടാൽ നമുക്ക് അതൊന്നും നമ്മളൊന്നും കൈകാര്യം ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മളതിനകത്ത് ഇടപെടുകയോ ചെയ്യാൻ പാടില്ലാത്ത സിവിയർ ആയിട്ടുള്ള വളരെ ബ്രൂട്ടൽ പരിപാടികളാണ് കേൾക്കുന്നത്. അപ്പൊ ഇനി സംഭവം പറഞ്ഞവൻ ഒരു ഇപ്പൊ സിദ്ദിഖിനെയൊക്കെ വെച്ച് നോക്കുമ്പോ സിദ്ദിഖ് നമ്മുടെ സിനിമ നടൻ സമ്പത്ത് ഒരു ദിവസം അവരുടെ റൂമിൽ കൊണ്ടുപോയി ഭയങ്കരമായ ബുദ്ധിമുട്ട് അനുഭവിച്ചു, അവർ ഡിപ്രഷനിലേക്ക് പോയി, അവർക്ക് ട്രീറ്റ്മെന്റ് വേണ്ടി വന്നു എന്നൊക്കെ പറയുന്നത് കേട്ടല്ലേ ഞെട്ടിയില്ലേ? അത് ഏകദേശം ഒരു ദിവസം ഇത്ര മണിക്കൂർ കൊണ്ട് ഞെട്ടിയത് കൊണ്ട് ഉണ്ടായ ഒരു ആഘാതം ആ പെണ്ണിന് ഒരു വർഷമൊക്കെ എടുത്തു. അവര് പലപ്പോഴും നിയമസഹായത്തിന് ശ്രമിച്ചിട്ട് നടക്കാതെ പോയി. പിന്നെ ഹേമ കമ്മിറ്റി വന്നപ്പോഴാണ് എന്തെങ്കിലും നടന്നത്. അതിന് മുമ്പ് ഒരു പരാതിയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് എൽസബത്തും പരാതിയായിട്ട് പോലീസ് സ്റ്റേഷനിലൊക്കെ ചെന്നപ്പോ അതൊക്കെ ഒത്തുതീർപ്പ് പോലത്തെ പരിപാടികളായി മാറി. അതാണ് ഈ പുള്ളിക്കാരത്തി വീണ്ടും ഇതിന്റെ പുറകെ പോവാത്തല്ലേ, പോലീസ് സ്റ്റേഷനിലേക്കൊന്നും പോവാത്തത്. കൂടാതെ പിന്നെയും ഒന്നുകൂടെ അയാൾ ശ്രമം നടത്തിയിട്ടുണ്ട്, അതും പരാജയപ്പെട്ടോ ചെയ്തേക്കുന്നത്. അപ്പൊ അവർക്ക് പോലീസിലോട്ടൊന്നും ചെന്ന് കയറാൻ ഇനി അവർക്ക് അതിനുള്ളൊരു അവസ്ഥ അല്ല. അതായത് പോലീസിനോടുള്ള വിശ്വാസം എലിസബത്തിനോട് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കാരണം ഓൾറെഡി കേസുമായിട്ട് പോയപ്പോൾ ഒത്തുതീർപ്പാക്കി വിട്ടു. ഇങ്ങനെ എല്ലാ കേസും ഒത്തുതീർപ്പാക്കാനാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട പോലീസുകാരെ, നിങ്ങൾ എന്തിനാണ് ഇവിടെ നിയമപാലകർ എന്നുള്ളൊരു വേഷം ഇട്ടിരിക്കുന്നത്? നിയമത്തെ നിങ്ങൾ കാക്കാൻ വേണ്ടിയിട്ടല്ലേ? ഇവിടെ ജനങ്ങൾക്ക് എന്താണ്, ചില ആളുകൾ കാരണം ഇവിടെ ബുദ്ധിമുട്ട് നേരിടുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടിനെ മറ്റേ ആളെയും വിളിച്ചിരുത്തിക്കൊണ്ട് നിങ്ങൾ കോംപ്രമൈസ് ചെയ്ത് വിടാതെ ഇവിടുത്തെ നിയമത്തിൽ എന്താണ് പ്രോപ്പറായിട്ടുള്ളൊരു വഴി, എന്താണ് നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ട പോലീസുകാരെ, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? ആ ലേഡിക്ക് മനസമാധാനമായിട്ട് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ലേ? ഇല്ലെങ്കിൽ അവർക്കെതിരെ ഇവിടെ നടന്ന ഒരു വ്യക്തി അവരെ ഇത്രയും പീഡിപ്പിച്ചിട്ട് അവരത് തുറന്നു പറയുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ അവരുടെ മരണമൊഴി എന്നുള്ള രീതിയിൽ തന്നെയാണ് അവരുടെ വീഡിയോയിൽ അവരത് പറയുന്നത്, വളരെ വ്യക്തമാണത്. എന്നിട്ട് പോലും എന്തുകൊണ്ട് അവരുടെ കൂടെ നിൽക്കാൻ ഇവിടെ ആരുമില്ല? എന്തുകൊണ്ട് ഇവിടുത്തെ മീഡിയാസ് അവരുടെ കൂടെ നിൽക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ളത് കേൾക്കുന്നില്ല? ഈ ഒരു വാർത്ത ടേക്ക് ഓവർ ചെയ്യുന്നില്ല. എന്തുകൊണ്ട് ടേക്ക് ഓവർ ചെയ്യുന്നില്ല? കഴിഞ്ഞ ദിവസം ഞാൻ ഇനി ആ ഒരു പേര്, ഒരു പെൺകുട്ടിയുടെ മരണം, 7 വർഷം മുമ്പ് മരിച്ച ഒരു പെൺകുട്ടിയുടെ മരണത്തിൽ വരെ ഇദ്ദേഹത്തിന്റെ കൂട്ടുകാർ, ഇദ്ദേഹത്തിന്റെ കൂടെ കണ്ട ആളുകൾക്ക് വരെ പങ്കുണ്ട്, ഇല്ലെങ്കിൽ പങ്കുണ്ടോ എന്നൊരു സംശയമുണ്ട് എന്നൊക്കെ ഈ എലിസബത്ത് വന്ന് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ നിയമം കണ്ണടച്ച് മാറി നിൽക്കുന്നു? ബാക്കി മൊത്തത്തില് ഇതെല്ലാം കൂടെ പറഞ്ഞു തീരുമ്പോഴത്തേക്കിന് ആള് വിഷമിച്ചു പോകും. അതുപോലത്തെ അവസ്ഥകളുണ്ടല്ലോ, മനസ്സിലായില്ല? അപ്പൊ ഈ ഏത് സമയത്ത് ഒരു ദിവസം അനുഭവിച്ചത് ഒരു എത്ര വർഷം ജീവിച്ചതിന്റെ കൂടെ അത്രയും ദിവസവും അയാണ്ട് എന്താ പീഡിപ്പിക്കപ്പെട്ട ഒരാള്, മനസ്സിലായോ? ഓരോ സ്ഥാനങ്ങളെ വെറൈറ്റിയാ. ഇത് ഈ പറ്റിക്കല്ലേ? വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് 41ാമത്തെ വയസ്സിലെങ്ങാണ്ട് ഇവര് ജാതകദോഷമുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് എന്തോ കള്ളത്തരൊക്കെ പറഞ്ഞ് ഒരു കൂടെ താമസിപ്പിച്ച് വലിയ ഫംഗ്ഷൻ ഒക്കെ നടത്തി വീട്ടിൽ പോകുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ആക്കി മാറ്റി കുറെ കരികരയാണ് നടത്തിയിരിക്കുന്നത്. എന്നിട്ട് അവസാനം ഈ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ പോലത്തെ പരിപാടിക്കും കൂടെ നിന്ന് ഇത്രയും നോക്കി ഒരു അവസാനം പറഞ്ഞു പിടിപ്പിക്കുന്നതൊക്കെ വേറെ. പിന്നെ ഫേക്ക് ഐഡികളിൽ കൂടെ ഓരോരുത്തർ വന്ന് കമന്റുകളിലും ഒക്കെ ആയപ്പോഴാണ് ഈ പെൺകുട്ടി പ്രതികരിക്കാൻ തുടങ്ങിയത്. എന്നിട്ട് ഇത്രയൊക്കെ ആയപ്പോ കുറച്ച് റിലീഫായി തുടങ്ങി കാണാതിരിക്കും, മനസ്സിലായി? ഇനി ഇത് കുറച്ചുകൂടെയൊക്കെ മാറ്റിയാൽ ചിലപ്പോ കേസോ ഞാൻ പറഞ്ഞത് കൊടുക്കുന്നതോടൊപ്പം മുഖ്യമന്ത്രിക്കും പരാതി കൊടുക്കുന്നത്. കാരണം മാണിദോസിനെ സാധനം പുള്ളിക്കാരിക്ക് 1000 വട്ടം കിട്ടും, മനസ്സിലായി? 100% വേണം. അത്രയും കൂടിയ പരിപാടിയാ, പിന്നല്ലാതെ ചെറുതല്ല. ഇവരൊക്കെ പറയുന്നില്ലേ അവര് ഇത് അനുഭവിച്ചു, അങ്ങനെ അനുഭവിച്ചു, ഇങ്ങനെ അനുഭവിച്ചു എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു 100% 100% പ്രൊഫഷണൽ അല്ലേ, പ്രൊഫഷണൽ ആയിട്ട് സാധനമാണ് നടന്നേക്കുന്നത്. നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ, അങ്ങനെ പറയണ്ടല്ലോ. അവര് പറയാൻ അവര് തന്നെ പറയട്ടെ. അവര് പറഞ്ഞ കാര്യങ്ങൾ അവര് പറഞ്ഞത് ഞാനങ്ങ് കേട്ടെന്നേ ഉള്ളൂ. മനസ്സിലായി എനിക്ക് എന്നോട് അങ്ങനെ വീഡിയോ ഒന്നും ഇടണ്ട, പറയാം ആരെയൊക്കെ പറയാം. ഞാനതുകൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല, നമുക്ക് അറിയത്തില്ല എന്നുള്ള ഒരാള്, അത്രേ ഉള്ളൂ. അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തോ അത് അവര് ചെയ്ത് നടന്നു ഇല്ല. ഡോക്ടർ എലിസബത്ത് നേരിട്ട പീഡനങ്ങൾ ഡോക്ടർ എലിസബത്ത് ചെകുത്താനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചെകുത്താൻ അത് പറയാൻ പോലും പറ്റില്ല എന്നാണ് ചെകുത്താൻ പറയുന്നത്. അത്രയും ഭീകരതയാണ് എന്നാണ് ചെകുത്താൻ പറയുന്നത്. അത് നമ്മളല്ല പറയേണ്ടത്, അത് ഇവിടുത്തെ നിയമസംഹിത ഇടപെടണം അതിൽ.
ഇവിടുത്തെ നമ്മുടെ മുഖ്യമന്ത്രി അതിലേക്ക് ഇടപെടണം. നമ്മുടെ ഹണി റോസ് എന്ന് പറയുന്ന ഒരു നടിക്കെതിരെ അവർക്കൊരു ദ്വയാർത്ഥ പ്രയോഗം നടന്നപ്പോൾ ചെന്നവര് കേസ് കൊടുത്തു മുഖ്യമന്ത്രിക്ക്. വിത്തിൻ അവേഴ്സ് അല്ലെങ്കിൽ വിത്തിൻ ഡേയ്സ് അകത്തു പോയി ഇവിടുത്തെ ബോച്ചെ എന്ന് പറയുന്ന വൻ മരം ഇല്ലേ, ബോച്ചയെ വരെ ഇങ്ങനത്തെ കേസുകളിൽ അകത്തിടാൻ പറ്റുന്നുണ്ട്, കുറച്ച് ദിവസമെങ്കിൽ കുറച്ച് ദിവസം. എന്നിട്ട് എന്തുകൊണ്ട് ബാലയെ പറ്റുന്നില്ല? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. കൂടുതലൊന്നും ഇപ്പൊ ബാല എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് കൂടുതലൊന്നും താങ്കളോട് ചോദിക്കാനുണ്ട്. ഒരു ഒറ്റ കാര്യം, താങ്കൾ പല ചാനലിലും വന്നിരുന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, താങ്കൾ രണ്ടേ കെട്ടിയിട്ടുള്ളൂ എന്ന്. താങ്കൾ ഈ ഒരു എലിസബത്ത് എന്ന് പറയുന്ന ലേഡിയെ കല്യാണം കഴിച്ചിട്ടില്ല, പക്ഷെ ഒരു വലിയ ആഘോഷങ്ങളൊക്കെ നടത്തിയതാണ് ആ ഒരു കല്യാണത്തിന്റെ ഫംഗ്ഷൻ, മറ്റേ പരിപാടി മറിച്ച പരിപാടി എന്നൊക്കെ പറഞ്ഞു. അതെല്ലാം ഞങ്ങളെല്ലാം കണ്ടതാണ്. അത്രയൊക്കെ ഒരു ആഘോഷം നടത്തിയ ഒരു പെൺകുട്ടിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അവളെ കല്യാണം കഴിച്ചിട്ടില്ല, അവളുമായിട്ടൊരു ബന്ധവും ഇല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ചേട്ടാ ഇത് തമിഴ്നാടല്ല, ഇത് കേരളമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വരും പാണ്ടിക്കരിമ്പാറ ഓമക്കാര വേണ്ട, ഞാൻ പറഞ്ഞാലേ ചില സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പോകും ചില വാക്കുകൾ, പ്രത്യേകിച്ച് ഇതുപോലത്തെ ഓരോന്ന് കാണുമ്പോഴത്തേക്ക്. ജനങ്ങളെ, നമ്മുടെ നാട്ടിലെ നമ്മള് മലയാളികളെ മണ്ടന്മാരാക്കാൻ വേണ്ടി ഓരോരുത്തന്മാർ ഇവിടെ വന്ന് കിടക്കുന്നത് കാണുമ്പോഴത്തേക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടുത്തെ പ്രിയപ്പെട്ട പോലീസുകാരെ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. ആ ലേഡിക്ക് ഞാൻ വീണ്ടും പറയുന്നു, ഒരു മരണമൊഴി എന്ന രീതിയിലാണ് അവർ പല വീഡിയോയിലും അവർ ചെയ്തിരിക്കുന്നത്. ഒന്ന് കേൾക്കുക, ഇവിടുത്തെ പ്രിയപ്പെട്ട മീഡിയാസ് ഒന്ന് ഈ ഒരു വിഷയം ടേക്ക് ഓവർ ചെയ്യുക. നമ്മളല്ലാതെ യൂട്യൂബിൽ മാത്രമായിട്ട് നീ സംസാരിച്ചുകൊണ്ട് ഇതിൽ എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാവുമെന്ന് എനിക്ക് വിശ്വാസമില്ല. ചെകുത്താനും അതാ പറയുന്നത്, നമുക്കൊരു പരിധിയിൽ കൂടുതൽ കാര്യങ്ങൾ പറയാനും പറ്റത്തില്ല. ഞാൻ വിചാരിച്ചാലും കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് ഇനി അറിയാൻ പറ്റും. പക്ഷെ ഇതിന് മുമ്പ് ഒരു വിഷയം വന്നപ്പോഴും ഞാൻ കുറെ കാര്യങ്ങൾ പുറത്തു പറഞ്ഞിട്ടില്ല. നമുക്ക് പേഴ്സണലി അറിയാം, പക്ഷെ നമുക്കത് അങ്ങനെ ഓപ്പൺ ആയിട്ടൊരു പരിധിയിൽ കൂടുതൽ പറയാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഇത് മീഡിയാസ് വേണം ടേക്ക് ഓവർ ചെയ്യാൻ. എന്നിട്ട് ഇവിടുത്തെ പറ്റുമെങ്കിൽ എലിസബത്തിനെ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ പോലീസുകാരിൽ വിശ്വാസം പോയി, എനിക്ക് മനസ്സിലായത്. ആ ഒരു വ്യക്തിയുടെ കൂട്ടുകാർ തന്നെയാണ് ഇവിടെ തലപ്പത്തൊക്കെ ഇരിക്കുന്നത് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ട്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അദ്ദേഹത്തെ നേരിപ്പോയി കാണുക. അദ്ദേഹം വിചാരിച്ചിട്ട് ഒന്നും നടക്കുന്നില്ല എങ്കിൽ പിന്നെ ഇവൻ ചെറിയ ആളൊന്നും അല്ല. ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത്രയൊക്കെ നടന്നിട്ടും ഒരു കുലുക്കോ ഇല്ല. അപ്പൊ എന്തായിരിക്കും അവന്റെ ഒരു മണി പവർ അല്ലെങ്കിൽ ഒരു മസിൽ പവർ എന്നുള്ളത്? ഈ ലേഡിക്ക്, ഡോക്ടർ എലിസബത്തിന് നീതി കിട്ടണം. പറ്റുമെങ്കിൽ നിങ്ങൾ മുഖ്യമന്ത്രിയെ കാണുക. ഈ ഒരു വീഡിയോയുടെ അവസാനം എനിക്ക് അതാണ് പറയാനുള്ളത്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ പറയുക.